ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ 696 മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനിയാണ് ഷേബ മരിയ ഡാനിയൽ. ഷേബയുടെ കോട്ടയം ജില്ലയിലെ വാകത്താനത്തുള്ള വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഷേബ അവരുടെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഫാമിലിയായിട്ടുള്ള എല്ലാവരും. അപ്പോൾ നമുക്ക് ഷേബയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കാം. നമ്മൾ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അപ്പോൾ റിസൾട്ടൊക്കെ വന്നു. ഇനി ഏത് മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു കൗൺസിലിങ്ങും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള തിരക്കുകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എന്താണ് എല്ലാവരും എന്ത് തോന്നുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു നമ്മളൊരു വർഷം ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടും. പിന്നെ ബ്രില്യന്റിന്റെ ഒരു മോഡൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എക്സാമിന് കണ്ടത്. അപ്പം ഒരു സ്കോർ 696, റാങ്ക് വരുമ്പോൾ 1789. അപ്പം ആ ഒരു ഇത് ഉറപ്പുള്ളത് കൊണ്ട് എക്സാം കഴിഞ്ഞപ്പം തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നല്ല സ്കോർ കിട്ടുമെന്ന്. റിസൾട്ട് വന്നപ്പോൾ ഹാപ്പി ആയി. ഈ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഒരു ആഗ്രഹം എങ്ങനെയായിരുന്നു? ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം മോൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു? സ്വന്തമായിട്ടൊരു 10th ഒക്കെ ആയപ്പം സബ്ജക്റ്റിനോട് ഇഷ്ടമുണ്ടായിരുന്നു, ബയോളജി വേണമെന്ന്. അപ്പം പിന്നെ +1 +2 ഞാൻ ഇവിടുത്തെ ലോങ് ടേം ബാച്ചിലുണ്ടായിരുന്നു. +1 കോവിഡ് ബാച്ച് ആയിരുന്നു. പിന്നെ +2 അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് 593 ഉണ്ടായിരുന്നു സ്കോർ. അപ്പം പിന്നെ കുറച്ച് കോൺഫിഡൻസ് ആയി. പിന്നെ 100% സ്കോളർഷിപ്പിൽ ബ്രില്യന്റിൽ തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ബ്രില്യന്റിൽ ഒരു വർഷത്തെ ഒരു ജേണി എങ്ങനെയായിരുന്നു മോൾക്ക്? ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആദ്യമായിട്ടായിരുന്നു വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നത്. പിന്നെ അവിടുത്തെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. വാർഡൻ ആണെങ്കിലും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വിഷ്ണുപ്രിയ മിസ്സും വാർഡൻ ഹരിശ്വ മിസ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ പേൾ ഹോസ്റ്റലിലായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും പിന്നെ റിസോഴ്സൊക്കെ ബുക്കും ഒന്നും ഒരു എക്സ്ട്രാ ബുക്കൊന്നും നമ്മൾ മേടിച്ചുകൊണ്ട് പോകണ്ട. അവിടുത്തെ ലൈബ്രറിയിലും ഹോസ്റ്റലിലും ലൈബ്രറി ഉണ്ട്. അപ്പം നമുക്ക് അതിന് എല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടുത്തെ എക്സാംസ്, റെഫറൻസ് ഫെസിലിറ്റി എല്ലാം കൊണ്ടും, പിന്നെ ക്യാൻറ്റീൻ എല്ലാം കൊണ്ടും നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ മോഡൽ എക്സാമിന്റെ ഒക്കെ ടൈമിൽ ഈ ഒരു സ്കോർ ഈ റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നോ? മോഡൽ എക്സാമിന്റെ സമയത്ത് വേരി ചെയ്തിരുന്നു. ഒരു 600 റേഞ്ചിലും പോയിരുന്നു. പിന്നെ അതുപോലെ തന്നെ 700+ വന്നിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം കൂടെ ഒരു ആവറേജ് ആണ് ഇപ്പൊ കിട്ടിയത് അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ. മോളുടെ സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ എന്നാണ് സ്കൂളിംഗ്. +1 +2 സ്കൂളിംഗ് അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൈമറി സ്കൂളിംഗ് ഗുഡ് ഷെപ്പേർഡിലായിരുന്നു ചങ്ങനാശ്ശേരി. ഗൾഫിലായിരുന്നു. എന്നിട്ട് 8th തൊട്ടാണ് നാട്ടിലോട്ട് വന്നത്. അപ്പോൾ മോളെങ്ങനെയായിരുന്നു പഠിക്കാനുള്ള ടൈം കണ്ടെത്തിക്കൊണ്ടിരുന്നത്? ഹോസ്റ്റലിൽ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വൈകുന്നേര സമയങ്ങളിലായിരുന്നു അതോ രാവിലെ എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു? രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന എനിക്ക് വൈകിട്ടായിരുന്നു കൂടുതൽ കംഫർട്ടബിൾ. അപ്പം ക്ലാസ് കഴിഞ്ഞുള്ള സമയം ഒരു 12 മണിയൊക്കെ വരെ ഇരിക്കും. പിന്നെ രാവിലെ ക്ലാസ്സിന് പോവായിരുന്നു. ആ ഒരു സ്കെഡ്യൂൾ തന്നെയാണ് ഫോളോ ചെയ്തത്. ഫേവറേറ്റ് സബ്ജക്ട് ബയോളജി തന്നെ. ബയോളജിയിൽ സുവോളജി ആയിരുന്നു ഫേവറേറ്റ് സബ്ജക്ട്. അപ്പോൾ സുവോളജിയുടെ ക്ലാസ് ഒക്കെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെ. അങ്ങനെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് അധ്യാപകൻ? എനിക്ക് അജയ് സാർ, ഞങ്ങൾക്ക് നോൺ കോഡേറ്റ് എടുത്തത് അജയ് സാറാണ്. അപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു സാറും കൂടെയാണ്. ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് നമുക്ക് ആ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് നോൺ കോഡേറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് റിപ്പീറ്റർ ബാച്ചിൽ വന്നപ്പം. പിന്നെ ഓൺലൈൻ ക്ലാസ്സും ഉണ്ടായിരുന്നു അജയ് സാറിന്റെ. അപ്പം അജയ് സാറിന്റെ ക്ലാസ് ആണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരു വർഷം മാറി നിന്നപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വീട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യും അല്ലെ? പേരൻസിനെയൊക്കെ മിസ് ചെയ്യും? അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തായിരുന്നല്ലോ, കോട്ടയം തന്നെ ആയിരുന്നോണ്ട് ഇവർക്ക് വന്ന് കാണാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാർഡന്മാരൊക്കെ സപ്പോർട്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്നും വന്ന് നോക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഫീലിംഗ് വരില്ല. പിന്നെ ബ്രില്ലിലെ ഫുഡ് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മളെ മിസ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. പേൾ ഹോസ്റ്റൽ നല്ല ഫുഡായിരുന്നു. അടുത്തായതുകൊണ്ട് തന്നെ പോയി വരാനായിട്ടും പിന്നെ വെക്കേഷനൊക്കെ ഞാൻ ഡി ബ്ലോക്കിലായിരുന്നു. പിന്നെ പോയി വരാനും അടുത്തുള്ള ആയതുകൊണ്ട് വെക്കേഷനൊക്കെ വരാം, ഓണം. പിന്നെ ഇടയ്ക്കൊക്കെ സാറ്റർഡേ സൺഡേ കൂടെ വരുമായിരുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം റിലേറ്റീവ്സ് ഒക്കെ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തില് വേറെ ഡോക്ടർമാരുണ്ടോ? ഇല്ല, കുടുംബത്തില് ഇതുവരെ ഡോക്ടേഴ്സ് ഒന്നും ഇല്ല. ആദ്യത്തെ ഡോക്ടറാണ്? അതെ, ആദ്യത്തെ ഡോക്ടറാണ്. പിന്നെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. പിന്നെ ഒരു വർഷം പോയി നിന്നപ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്തു റിസൾട്ട് ആയതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഓക്കെ. മോളുടെ ഒരു ഫേവറേറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഡ്രീം ക്യാമ്പസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാമ്പസ് മനസ്സിലുണ്ടോ? ക്യാമ്പസ് എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ കാലിക്കട്ട്. ഇതിൽ ഏതാണോ കിട്ടുന്ന അനുസരിച്ച് അവിടെ പോകാനാണ് ഇഷ്ടം. കോഴിക്കോട്. സാറിന്റെ പേര്? എൻ്റെ പേര് ലജു. വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഖത്തറിലായിരുന്നു. ഇവരെല്ലാം കുടുംബ ഫാമിലിയായിട്ടോടായിരുന്നു. അവർ പിന്നെ 8th ആയപ്പോൾ തന്നെ നാട്ടിലോട്ട് വിട്ടു. പഠനമായിട്ട് ബന്ധപ്പെട്ട് വന്നാണോ? ഇവിടെ മൂത്തൊരാളുണ്ട്, അവൾ കാലിക്കട്ട് NIT പഠിക്കുന്നു, MSc പഠിക്കുന്നു. അവൾ 10th ആയപ്പോഴത്തേന് ഇവർ രണ്ടുപേരോട് വിട്ടു. അന്നേരം ഇവളെ 8th അങ്ങനെ നാട്ടിൽ സെറ്റിൽ ചെയ്തു. ചേച്ചി ബ്രില്യന്റിലായിരുന്നു? ബ്രില്യന്റ് സ്റ്റുഡൻ്റ് ആയിരുന്നോ? അവൾ +1 +2 വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ അത് വേണ്ടെന്ന്, എഞ്ചിനീയറിംഗ് വേണ്ടെന്ന് വെച്ചാൽ ഇതില്ല കിട്ടിയായിരുന്നു, എൻട്രൻസ് ചെയ്ത് കിട്ടി. അന്നേരം പിന്നെ അവൾക്ക് ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞ് ഡിഗ്രിക്ക് പോയി. ഇവിടെ ചങ്ങനാശ്ശേരിയിലായിരുന്നു. ഡിഗ്രിക്ക് ശേഷം BSc ആയിരുന്നു, BSc കെമിസ്ട്രി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ
ജാം എഴുതി കിട്ടി NIT MSCക്ക് പോയല്ലേ. പോയത്. ഇപ്പോൾ ഷേബയ്ക്കായാലും ഇപ്പോൾ നല്ലൊരു സ്കോർ ഉണ്ട് 696. അപ്പോൾ എക്സ്പെക്ട് ചെയ്തൊരു സ്കോർ ആയിരുന്നോ? ഞങ്ങൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ചില ഫസ്റ്റ് ചാൻസിൽ തന്നെ അത്രയും സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ആളുകൾ പ്രത്യേകിച്ച് പറയുമെന്നും പറ്റും. പഠിക്കാൻ ചെറുപ്പം മുതലേ KG1 തൊട്ടേ പഠിക്കുമായിരുന്നു. അന്നേരം തൊട്ട് എല്ലാ ക്ലാസ് KG1 തൊട്ട് അതിന് A+ മേടിച്ച് തന്നെ പഠിച്ചു വന്നതാണ്. അപ്പോൾ ഈ അധ്യാപകരൊക്കെ പറയായിരുന്നോ? കിട്ടും. സ്കൂളുകളിലൊക്കെ സ്കൂളുകളിൽ പറയായിരുന്നു. സ്കൂളുകളിൽ തന്നെ അവർ പറയായിരുന്നു എല്ലാവർക്കൊരു നല്ലൊരു സ്ഥാനത്തിലോട്ടൊക്കെ തീർച്ചയായിട്ടും പറയാറുന്നല്ലേ. അത് തീർച്ചയായും KG1 പറഞ്ഞു കഴിഞ്ഞാൽ KG1 ഫസ്റ്റ് ദിവസം ഇവിടെ പോയ ഫസ്റ്റ് ദിവസം തന്നെ അതിൻ്റെ അത് ടീച്ചർ എഴുതി ഒരു നോട്ട് എഴുതി കൊടുത്തു വിട്ടായിരുന്നു. എന്തായിരുന്നു എഴുതിയത്? പക്ഷേ അവിടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്. നല്ല ക്യാച്ചിങ് കപ്പാസിറ്റി ഉണ്ട്, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡേ തന്നെ എഴുതി. ഞാൻ എവിടെ ഉണ്ടാകും ഇപ്പം അറിയത്തില്ല എവിടെയാണെന്ന് എൻ്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിക്കായിരുന്നു. അവർക്ക് ദീർഘവീക്ഷണം വേറെ ഒന്നും ട്യൂഷനും കാര്യമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. തന്നെ പഠിക്കും. നമ്മൾ പറയണ്ട, തന്നെ അവള് പഠിച്ചോളുമായിരുന്നു. അതിനുള്ളൊരു മോള് പറഞ്ഞു ഫാമിലിയിൽ ആദ്യത്തെ ഡോക്ടറാണ്. അതിന് അവിടെ ഇവിടെ ആദ്യത്തെ ഡോക്ടർ. എൻ്റെ ഉപ്പാപ്പൻ്റെ ഒരു മകളുണ്ട്. അത് ഇവിടെ അല്ല, US അവളുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ. അപ്പോൾ ആ ഒരു പ്രൗഡ് മൊമെന്റിലായിരിക്കുമല്ലോ നിങ്ങൾ ഇരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും അവൾക്ക് ഒരു ഡോക്ടർ 10ാം ക്ലാസ്സിന് മുന്നേ ഡോക്ടർ ആണോന്നല്ലായിരുന്നു. കൊമേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. കൊമേഴ്സ് എടുത്ത് CA എടുക്കണം എന്നുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു. പിന്നെ അവൾ തന്നെ 10 കഴിച്ചുകൊണ്ട് അവൾ തന്നെയാണ്, ഞാനിവിടെ ഇല്ലായിരുന്നു, എന്നിട്ട് അവൾ തന്നെയാണ് സയൻസ് സെലക്ട് ചെയ്ത് അവൾ തന്നെയാണ് അഡ്മിഷൻ എടുത്തത്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ഡോക്ടർ ആണെന്നുള്ളൊരു ആഗ്രഹം വന്നു. ഞാൻ പിള്ളേർ രണ്ടുപേരും നമ്മൾ കമ്പൽ ചെയ്തിട്ടില്ല. എന്താ അവരുടെ ചോയ്സ്. അങ്ങനെ ഹാപ്പിയാണ്. ഇനി മെഡിക്കൽ കോളേജ് അവൾ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു. ഇഷ്ടമുള്ളത് ഏതാണെന്നാ തീരുമാനിച്ച്. നല്ലൊരു മാർക്കുണ്ട്, മെഡിക്കൽ കോളേജ് തന്നെ കിട്ടും. മാഡം എന്താണ് ചെയ്യുന്നത്? ഞാൻ നേഴ്സായിരുന്നു, ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഖത്തറിലോട്ട് പോയി. ഖത്തറിൽ ചെന്നപ്പോൾ പോയിട്ടില്ല. അവിടെ 5 വർഷം കഴിഞ്ഞ് ഞാൻ പിള്ളേരെ കൊണ്ട് നാട്ടിൽ വന്നു. മൂത്ത മോൾ അന്നേരം 10th അപ്പോൾ ഇവൾ 8th. ഈ മോളുടെ പഠനം ചെറുപ്പം മുതലേ ശ്രദ്ധ കൊടുത്തോണ്ടിരിക്കുന്നത് അവൾ തന്നെ പഠിച്ചോളും. പിന്നെ അവക്കെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. അതായിരുന്നു നമുക്ക്. ഒരു പനി വന്നാൽ പോലും പോകണം. നമ്മളെത്ര നിർബന്ധിച്ചാലും ഒന്ന് വഴക്കാം, പോയിരിക്കണം. അതാണ്, ഒരു ദിവസം പോലും അവധി എടുക്കത്തില്ല. പഠിത്തത്തിനുള്ള കാര്യത്തിനുള്ള വഴക്കേ ഉള്ളൂ. എന്ന് സ്കൂളിൽ അതാണ് പഠിച്ചു കഴിഞ്ഞില്ലേ ദേഷ്യമാണ്, അത്രേ ഉള്ളൂ. ആരും പറഞ്ഞു കൊടുക്കേണ്ട, അവൾ തന്നെ പഠിച്ചോളൂ. ഇന്ന് വരെ ഞങ്ങൾ എന്നാ പറയണം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അമ്മ നേഴ്സ് ആയതുകൊണ്ട് തന്നെ മോൾക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അറിയുന്നില്ല. 10ാം ക്ലാസ് വരെ അങ്ങനെ കൊമേഴ്സും മാത്സും എടുത്ത് പോകണമെന്നായിരുന്നു. അങ്ങനെയായിരുന്നു. 12th വന്നപ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു തീരുമാനമായത്. കാരണം അറിയത്തില്ല, അവൾക്ക് പെട്ടെന്നൊന്ന് തീരുമാനിച്ച് താല്പര്യം തോന്നി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിൻ്റെ ഒക്കെ ടൈം ആകുമ്പോൾ മോഡൽ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ വീക്കിലി എക്സാമിൻ്റെ ഒക്കെ ടൈം കുറച്ച് മാർക്കൊക്കെ കുറയും ഉണ്ടാവുമല്ലോ, ഡൗൺ ഉണ്ടാവും, ചിലപ്പോൾ വർദ്ധിക്കും. അപ്പം ആ ഒരു സമയത്ത് ഇപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞ സാഹചര്യത്തിലൊക്കെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു മോൾ അതിനെ സർവൈവ് ചെയ്ത് എങ്ങനെയായിരുന്നു? മാർക്ക് കുറഞ്ഞപ്പം പിന്നെ അടുത്ത എക്സാമിന് കൂടും. പിന്നെ വാർഡൻ ഹരിഷ്മ മിസ് കുറച്ചുകൂടെ സപ്പോർട്ടായിരുന്നു മാർക്ക് കുറഞ്ഞ സമയം. പിന്നെ വീട്ടിൽ വിളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങള്. പിന്നെ മാർക്ക് അടുത്ത പ്രാവശ്യം കൂടുന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എക്സാം കുറച്ചുകൂടി ഈസി ആക്കി നടത്തി, നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു 700+ വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി, ആ ഒരു ലെവലിലേക്ക് എത്താം. ആദ്യത്തെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരുന്നു എക്സാം. പിന്നെ അവർ തന്നെ നമ്മളോട് പറയും ഇത് എക്സാം ഡിഫിക്കൽട്ട് ആയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതല്ലേ. അപ്പോൾ ഇനി മോൾക്ക് ഫേവറേറ്റ് മെഡിക്കൽ കോളേജ് ഈ പറയുന്ന പോലെ തിരുവനന്തപുരം അല്ലെങ്കിൽ കോഴിക്കോടാണ് മോൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിലേക്ക് തന്നെ എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ മോൾക്ക് ഇനിയുള്ള പരീക്ഷകളിലും ഭാവി ജീവിതത്തിലും ഒക്കെ നല്ല രീതിയിൽ ഇതുപോലെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. നല്ല അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.